ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 53 ധേനുകാസുരവധം. ശ്ലോകം 3. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖസ്യ വാച മോദാദഗധേനുകാനനം ത്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. കഥാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമ നാംന സ്വസഖസ്യ വാച മോദാത് അഗധേനുകാനനം ത്വം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കഥാപി ഒരിക്കൽ, രാമേണ സമം ബലഭദ്രനൊന്നിച്ച്, വനാന്തേ വനത്തിനുള്ളിൽ, വനശ്രിയം കാനനകാന്തി, വീക്ഷ്യ നോക്കി, സുഖേന സുഖമായി, ചരൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന, ത്വം അങ്ങ്, ശ്രീരാമനാംന ശ്രീരാമൻ എന്നു പേരുള്ള, സ്വസഖസ്യ സ്വന്തം കൂട്ടുകാരൻ്റെ, വാച വാക്കനുസരിച്ച്, മോദാത് സന്തോഷം ഹേതുവായി, ധേനുകാനനം ധേനുകാനനത്തെ ഗമിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. കഥാപി ദ എന്നുള്ളത് ദയിലത്തെ, രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചരൻ സുഖേന ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ശ്രീരാമനാംന അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സ്വസഖസ്യ ഒരു സാന്നു മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. ശ്രീരാമനാംന സ്വസഖസ്യ സഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വാച ച എന്നാണ്, വാച എന്നായി പോരുത്. വാച മോദാദഗ മോദാത് അഗ എന്നാണ്. ദ എന്ന് ദയിലത്തെ ദ എന്നാണ്. ധേനുകാനനം ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വം അങ്ങനെ നിർത്താം. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖസ്യ വാച മോദാദഗധേനുകാനനം ത്വം. അടുത്തത് 4ാമത്തെ ശ്ലോകം. ഉത്താലതാലീ നിവഹേതുക്ത്യാ ബലേന ധൂതേഥ ബലേന ദോർഭ്യാം മൃദു കരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഉത്താല താലി നിവഹേ ത്വത് ഉക്ത്യ ബലേന ധൂതേഥ ബലേന ദോർഭ്യാം മൃദു ഖരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോ ധേനുക ദാനവോപി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉത്താല താലി നിവഹേ ഉയരത്തിൽ നിൽക്കുന്ന താലവൃക്ഷങ്ങളുടെ കൂട്ടം. താലവൃക്ഷം എന്ന് പറയുമ്പോൾ പനമരം എന്നാണ്. ത്വദുക്തിയ തങ്ങളുടെ ആജ്ഞയാൽ, ബലേന ബലരാമനാൽ, ധൂതേ ചലിപ്പിക്കപ്പെട്ടപ്പോൾ, അഥ അനന്തരം, ദോർഭ്യാം കൈക്കൊണ്ട്, ബലേന ശക്തിയോടുകൂടി, മൃദു മൃദുവും, ഖര ച കഠിനമായതുമായ, അഭ്യപതത് കോപത്തോടുകൂടി എതിർത്തു. ഇതിൽ ഒരർത്ഥം കൂടി വരുന്നുണ്ട്. നിലം പതിച്ചു എന്നും കൂടി അർത്ഥമുണ്ട്. പുരസ്താത് മുൻഭാഗത്ത്, ഫലോത്കര ഫലസമൂഹം, ധേനുകദാനവ അഭി ഖരരൂപമെടുത്ത ധേനുകാസുരനും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഉത്താള താളി നിവഹേ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ഉത്താല എന്ന് ചില ബുക്കിലൊക്കെ ഉണ്ടാവും. അതും ഒരേ മീനിങ് തന്നെയാണ്.
ഉത്താല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. ത്വതുക്തിയ, ത്വത് ഉക്തിയ, ത്യ എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും മൂന്നണ്ട. ബലേന, ഇവിടെ ബലരാമൻ എന്നർത്ഥമുള്ള ബലേന, ബലരാമനാൽ എന്നുള്ള അർത്ഥം വരുന്നതാണ് ബാന്ന്, ഒട്ടും ഊന്നണ്ട, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ധൂതേ ഥ, ധൂതേ അഥ ചേർത്തിട്ട് ധൂതേഥ. ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. ഇവിടെയും ബലേന എന്നുണ്ട്. ഇവിടെ ബലേന എന്നുള്ളതിന് ശക്തിയായി എന്നർത്ഥം വരുന്ന ബലേന എന്നാണ്. അർത്ഥം ശക്തിയായി എന്നാണെങ്കിലും ഒട്ടും ബലം കൊടുക്കാതെ പറയണം ഈ വാക്ക്, മൃദുവായിട്ടുള്ളതാണ്. ബലേന. ദോർഭ്യാം, ഭ്യാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മൃദു അവിടെ വിസർഗം. ഖര ച അഭ്യപതത് ചേർത്തിട്ട് ഖരശ്ചാഭ്യപതത്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്ച എന്നുള്ളത് ശ ച എന്ന് ചേർന്നതാണ്. ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുരസ്താത്. ഫലോത്കരോ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധേനുക ദാനവ അപി ചേർത്തിട്ട് ധേനുക ദാനവോപി. ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഉത്താലതാലീ നിവഹേ ത്വതുക്ത്യ ബലേന ധൂതേഥ ബലേന ദോർഭ്യാം മൃദുഃഖരശ്ചാപ്യപതത് പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.